Welcome again to iPlus Training Solutions. iPlus Training Solution ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് UGC Net Education Paper 2 Education പേപ്പറിന്റെ യൂണിറ്റ് 8 that is എന്താണ് നമ്മുടെ ICT Technology in or for Education എന്ന യൂണിറ്റ് ആണ്. ആ യൂണിറ്റിന്റെ 4th സബ് യൂണിറ്റ് യൂസ് ഓഫ് ICT in Evaluation, Administration and Research എന്ന 4th സബ് യൂണിറ്റ് ആണ്. എപ്പോഴത്തെയും പോലെ രണ്ട് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സും ആരംഭിക്കാം. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, which of the following is or are the application of ICT in research? Options: data collection, content research, data processing, all of this. And the second question, which of the following is the feature of developmental e-portfolio? Demonstrate exemplary work or skill, then illustrates experience and achievement, focus on the portfolio as a product, demonstrates a work in progress. ഈ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ക്ലാസിന്റെ അവസാനം മനസ്സിലാക്കാം. ICT in Evaluation, Administration and Research. So use of ICT. ICT എന്താ? Information and Communication Technology. So അത് ഇവാലുവേഷനിലും അഡ്മിനിസ്ട്രേഷനിലും റിസർച്ചിലും എത്രത്തോളം ഉപയോഗപ്രദമാണ്, ഏതൊക്കെ ടൂൾസ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ടെക്നിക്കാണ് ICT എന്ന ആ ഒരു ടെക്നോളജി വഴിയായിട്ട് ഇവാലുവേഷനും അഡ്മിനിസ്ട്രേഷനും റിസർച്ച് ഇതെല്ലാം എഡ്യൂക്കേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് പറയുന്നത്. അവയ്ക്ക് ഉള്ള പ്രാധാന്യം അല്ലെങ്കിൽ അവയിൽ എന്താണ് നടക്കുന്നത് എന്ന കാര്യങ്ങളാണ് ഈ ഒരു സബ് യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നത്. So, ICT is used for developing online course material, delivering study content and sharing content with remotely located students, communication between learners, teachers and the outside world, then creation and delivery of presentation and literature. കണ്ടോ, ICTയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള യൂസ് ആണ് ഇവിടെ പറഞ്ഞു നിർത്തിയത്. Developing online course material, delivering study content and sharing content with remotely located students. വന്ന് accessible ആയിട്ട് പഠിക്കാൻ, ഒരു സെന്ററിൽ വന്ന് പഠിക്കാൻ സാഹചര്യമില്ലാത്ത കുട്ടികളെ നമ്മൾ എവിടെ പോയി പഠിക്കാം? അവർക്ക് അവരുടെ വീടിനുള്ളിലിരുന്ന് അവരുടെ നോർമൽ സാഹചര്യങ്ങളിൽ ഇച്ചിരി അപ്ഗ്രേഡ് ചെയ്താൽ ഒരു ലാപ്ടോപ്പോ അല്ലെ ഒരു മൊബൈൽ ഫോൺ ഒരു ഇന്റർനെറ്റ് കണക്ഷനും കൂടി വെച്ച് പഠിക്കാവുന്നതാണ്. And the communication between learners, teachers and the outside world. Creation and delivery of presentation and lecture. What we are doing now അല്ലേ? ഞാൻ മറ്റൊരിടത്ത് നിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് PPT പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ ഈ ക്ലാസ്സസ് ലെക്ചേഴ്സ് എടുക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ കൺവീനിയൻറ്റ് പ്ലേസിൽ ഇരുന്ന് ഇത് അറ്റൻഡ് ചെയ്യുന്നു അല്ലേ? നോക്കിക്കുക, അതാണ് എന്താണ് ICTയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ICT in education is used in research and academic works. എഡ്യൂക്കേഷനിൽ റിസർച്ച് പർപ്പസിലും മേജർലി അക്കാഡമിക് വർക്ക്സിലും ICT ഒരുപാട് റോള് വഹിക്കുന്നുണ്ട്. ഇനി the technology can help teachers assess their students' learning as well as their performance in the classroom. ടീച്ചറിന് ടെക്നോളജി വഴിയായിട്ട് കുട്ടികളുടെ പെർഫോമൻസ്, ലേണിങ്ങും അതുപോലെ തന്നെ പെർഫോമൻസും ക്ലാസ് റൂമിലുള്ളത് അസസ് ചെയ്യാനും സാധിക്കും. Now, use of ICT in evaluation and administration and researchലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് the use of ICT can help teachers, especially നമ്മുടെ എഡ്യൂക്കേഷൻ പർപ്പസിൽ അക്കാഡമിക്കിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. Teachers by storing and recording information about how students are developing understanding of new materials and by taking over some of the roles of assessing and providing feedback to students so that teachers can focus on their aspect of supporting learning. അതാണ് ICTയുടെ അഡ്വാൻറ്റേജ് എസ്പെഷ്യലി ഫോർ ടീച്ചേഴ്സ്. Now, use of ICT in assessment.
involves the use of digital devices to assist in the construction, delivery, storage or reporting of students' assessment tasks, responses, grades or feedback. നോക്കൂ, സോ ICTയുടെ യൂസ് കൊണ്ട് എന്തൊക്കെയാണ്? ഡിജിറ്റൽ ഡിവൈസസ് ആണ് ICTയിലുള്ളത്. സോ ഒരു ഡിജിറ്റൽ ഡിവൈസ് ആണ് നമ്മുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, ഒരു ഡിജിറ്റൽ ഡിവൈസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഡിവൈസസ് ഉപയോഗിച്ച് എന്തിന്? ദാറ്റ് ഡിജിറ്റൽ ഡിവൈസ് ഹെൽപ്സ് ടു കൺസ്ട്രക്ട്, എന്ത് കൺസ്ട്രക്ട് ചെയ്യാൻ? അസസ്മെന്റ് ക്രൈറ്റീരിയ അല്ലെ അസസ്മെന്റ് തിങ്സ്, അസസ്മെന്റ് ടൂൾസ് prepare ചെയ്യാൻ, and delivery, storage or preparing or reporting of students assessment task, responses, grades or feedback, whatever അല്ലേ. അസസ്മെന്റിൽ ICTയുടെ റോൾ ആണ്, ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ പറയുന്നത്. Then information and communication technology plays an important role in enhancing the quality of education. Very important. Then ICT performs a meaningful act in increasing the condition of education. So ഇവിടെ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സോ information and communication technology plays an important role in enhancing the quality of education. അതാണ് നമുക്ക് വരുന്ന assertion അല്ലെങ്കിൽ statement എന്ന് പറയുന്നത്. സോ ഇവിടെ ICT performs a meaningful act in increasing the condition of education. അതാണ് അതിന്റെ റീസൺ. സോ സ്റ്റേറ്റ്മെന്റും അതിന്റെ റീസൺ, അസേർഷനും റീസണുമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഈ തരത്തിലൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നൗ ഇനി നമ്മൾ ഒരു അസസ്മെന്റിൽ പറഞ്ഞു, ദാറ്റ് ഈസ് ഇവാലുവേഷൻ എന്നുള്ളതാണ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? നെക്സ്റ്റ് വരുന്നത് അഡ്മിനിസ്ട്രേഷന്റെ കാര്യമാണ്. സോ അഡ്മിനിസ്ട്രേഷനിൽ എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് ആപ്ലിക്കേഷൻസ് ഓഫ് ICT ആർ കറന്റ്ലി പോപ്പുലർ ഇൻ സ്കൂൾസ് due to its capabilities in facilitating administration activities from data stores to knowledge management and decision making. ഒരു വലിയ സെന്റൻസ് ആണ്, പക്ഷേ ഇത്രയും ഒന്നും ഇല്ല അതിന്റെ ക്രക്സ്. അതായത് സ്കൂളിന്റെ അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് പർപ്പസിന് ICTയുടെ ടൂൾസ് വളരെയധികം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അതിന്റെ നോളജ് ബേസ് ചെയ്ത് നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിനും സാധിക്കും. ഇത്രയുമേ ഉള്ളൂ. Then administration applications are presently famous in schools due to its effectiveness in promoting administrative activities from data repository to knowledge management. So അതാണ് അഡ്മിനിസ്ട്രേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻസ്. എന്തിനുള്ള യൂസ്? ICT. യൂസ് ഓഫ് ICT in evaluation നോക്കി, യൂസ് ഓഫ് ICT in administration നോക്കി. സോ എന്താണ് ഇമ്പോർട്ടൻറ്റ് യൂസ് എന്നുള്ളത് നോക്കി. ഇനിയും അടുത്തൊരു വലിയ വാസ്റ്റ് ഏരിയ ആണ് യൂസ് ഓഫ് ICT ഇൻ റിസർച്ച്, അല്ലെങ്കിൽ അതിന് ആപ്ലിക്കേഷൻ ഓഫ് ICT ഇൻ റിസർച്ച് പറയാം. ദാറ്റ് ഈസ് മെയിൻ ആയിട്ടും ഡേറ്റ പ്രോസസ്സിങ്ങിന് ICTക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളുണ്ട്. അതായത് ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഡേറ്റ കളക്ഷന് വേണം, ലിറ്ററേച്ചർ സെർച്ചിന് വേണം, കോണ്ടന്റ് സെർച്ചിന് വേണം, ലിറ്ററേച്ചർ ട്രാക്കിങ്ങിന് വേണം. നമുക്കറിയാം അല്ലേ എന്താണ് ഈ ലിറ്ററേച്ചർ സെർച്ച്, ലിറ്ററേച്ചർ കോണ്ടന്റ് സെർച്ച്, ലിറ്ററേച്ചർ ട്രാക്കിംഗ്, ഡാറ്റ കളക്ഷൻ എന്നൊക്കെ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരെണ്ണം ശ്രദ്ധിച്ചേ, ICT കൊണ്ട് നമ്മൾ തന്നെ അറിയാം, നമ്മുടെ തീസിസ് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ ആദ്യം പോയി എവിടെയാണ്, ടീച്ചേഴ്സ് തന്നെ പറയും നിങ്ങൾ പോയി പഴയ തീസിസുകളും വർക്കുകളും ഒക്കെ തപ്പൂ. അതുപോലെ തന്നെ നിങ്ങൾ എവിടെ പോയി സെർച്ച് ചെയ്യാൻ പറയും, ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യും. നിങ്ങൾക്ക് പല ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡികളുടെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. ആ ഡീറ്റെയിൽസ് എടുത്തിട്ട് വരൂ നിങ്ങൾ എന്നൊരു രീതിയാണ് ടീച്ചേഴ്സ് പറഞ്ഞു തരുന്നത് അല്ലേ. സോ അവിടെയും എന്താണ് ICTക്കാണ് റിസർച്ചിലെ റോള്. നമ്മൾ പുതിയ പുതിയ സ്റ്റഡീസ് നമുക്ക് വേൾഡ് വൈഡ് ആയിട്ട് നമ്മളെ ലിങ്ക് ചെയ്യിക്കും. നമ്മൾ അവിടെ നിന്ന് നമുക്ക് വേണ്ട സ്റ്റഡിയുടെ ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്തെടുക്കും. എന്നിട്ട് നമ്മളൊരു ലെവലിലേക്ക് അതിനെ എത്തിക്കും. ഇതിനകത്ത് ഫസ്റ്റ് ലിറ്ററേച്ചർ സെർച്ച് നമ്മൾ കുറച്ചും കൂടി വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കോണ്ടന്റ് സെർച്ചും ലിറ്ററേച്ചർ ട്രാക്കിങ്ങും ഡാറ്റ കളക്ഷനും ഇവിടെ എന്താണെന്ന് പറഞ്ഞു പോകുകയാണ്. ദാറ്റ് ഈസ് ലിറ്ററേച്ചർ ട്രാക്കിംഗ്.
നമ്മൾ പറയും റിവ്യൂ കളക്ട് ചെയ്യാൻ പറയും അല്ലേ. റിവ്യൂ കളക്ട് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ മെയിനായിട്ടും സിസ്റ്റത്തിൽ നോക്കി കമ്പ്യൂട്ടറിൽ പല പല ആപ്പുകളുണ്ട് അല്ലേ. നമ്മുടെ റിസർച്ചിൻ്റെ പല അക്കാഡമിയ എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. അക്കാഡമിയ എന്ന് പറഞ്ഞ ആപ്പല്ല, അതൊരു സൈറ്റ്, അവരുടെ ഒരു ഗ്രൂപ്പാണ്. അവിടെ നമുക്ക് പെയ്ഡായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ലിറ്ററേച്ചറിൻ്റെ പല കാര്യങ്ങളും കിട്ടും. പിന്നെ നിങ്ങൾക്കറിയാം നമ്മൾ ഓരോരോ സെർച്ച് എഞ്ചിനുകൾ അല്ലേ ട്രാക്ക് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിന് വേണ്ട ഒരുപാട് സ്റ്റഡീസും ഒക്കെ ലിറ്ററേച്ചർ ട്രാക്കിങ്ങിൽ കിട്ടും. പിന്നെ ഡാറ്റ കളക്ഷനും കോണ്ടന്റ്, നമുക്ക് വേണ്ട കാര്യം നമ്മളൊരു ടോപ്പിക്ക് തന്നെ തിരഞ്ഞെടുക്കുന്ന എവിടുന്നാണ്, സെർച്ച് ചെയ്തിട്ട് തന്നെയാണ് അല്ലേ. ഓരോരോ ടേംസ് വേരിയബിൾസ് കിട്ടും. ഇനി ആ വേരിയബിൾസിനെ നമ്മൾ എവിടെ ലിങ്ക് ചെയ്യും, പല രീതിയിൽ കണക്ട് ചെയ്ത് ലിങ്ക് ചെയ്ത് നമ്മളൊരു ടോപ്പിക് ഉണ്ടാക്കിയെടുക്കും. സോ അതൊക്കെ ICTക്ക് ഒരുപാട് റോളുണ്ട്. നമ്മുടെ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ചോദിക്കുമ്പോൾ ലിറ്ററേച്ചർ സെർച്ച്, കോണ്ടന്റ് സെർച്ച്, ലിറ്ററേച്ചർ ട്രാക്കിംഗ്, ഡാറ്റ കളക്ഷൻ ഒക്കെയാണ്. ഇതിനകത്ത് ഈ ലിറ്ററേച്ചർ സെർച്ച് കുറച്ച് നമ്മൾ ആ ലിറ്ററേച്ചർ സെർച്ച് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു ഇല്ലേ. ഇവിടെ ലിറ്ററേച്ചർ സെർച്ചിന് നമ്മൾ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള, 3 അല്ല ഒരുപാട് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. 3 എണ്ണം. ഒന്ന് ശോധഗംഗ, നിങ്ങൾക്കറിയാം അല്ലേ. പോയി ശോധഗംഗയിൽ നോക്കാനായിട്ട് പറയും ടീച്ചർ. എന്തിനാണ്, ടോപ്പിക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പല സ്റ്റഡീസും ചെയ്തവർ റിസർച്ചിൻ്റെ അവർ അതിൽ അപ്ലോഡ് ചെയ്തിടും. നമുക്ക് ഫ്രീ ആക്സസിബിലിറ്റി മെജോറിറ്റിയിലും ഉണ്ട്. ദെൻ ഗൂഗിൾ സ്കോളർ, then Microsoft Academic Search. ഫസ്റ്റ് എന്താ, ശോധഗംഗ, ഇന്ത്യൻ തീസിസ് റിപ്പോസിറ്ററി. ഇന്ത്യയിൽ ചെയ്തിട്ടുള്ള തീസിസുകളെല്ലാം ശോധഗംഗയിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. Then Indian thesis repository where the thesis can be searched and downloaded. കണ്ടോ, സെർച്ച് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. Then Google Scholar, platform providing a broad search for scholarly literature across disciplines and sources. Google Scholarൽ നമുക്ക് എവിടെ നിന്ന് എടുക്കാം, across the country, അതായത് നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ള കാര്യങ്ങളും അബ്രോഡിലുള്ളതൊക്കെ ഗൂഗിൾ സ്കോളർ വഴിയായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. ദെൻ മൈക്രോസോഫ്റ്റ് അക്കാഡമിക് സെർച്ച്, that help find information about academic papers, authors, conferences, journals and organization from multiple sources. Different sources എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. സോ ലിറ്ററേച്ചർ സെർച്ചിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന 3 ടൂൾസ് പറയുന്നുണ്ട്. ശോധഗംഗ, ഗൂഗിൾ സ്കോളർ, മൈക്രോസോഫ്റ്റ് അക്കാഡമിക് സെർച്ച്. ഇത് കൂടാതെ ഒരുപാടുണ്ട്. ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3-4 എണ്ണം നമ്മൾ എടുത്തു എന്നേ ഉള്ളൂ. So ICT tools used in research. നമ്മൾ ഈ റിസർച്ച് ഒക്കെ കണ്ടക്ട് ചെയ്യുമെങ്കിലും നമ്മൾ എന്തൊക്കെ ടൂൾസ് യൂസ് ചെയ്യും, ICTയുടെ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ എന്തൊക്കെ ടൂൾസ്, എന്തൊക്കെയാണ് ചാർട്ട്, പല കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു വർക്ക് ചെയ്യാൻ യൂസ് ചെയ്യില്ലേ, അതുപോലെ ICTയുടെ യൂസ് ചെയ്യുന്ന ഏതൊക്കെ ടൂൾസ് ആണെന്നാണ് നോക്കാം. സോ റെഫറൻസിങ് ടൂൾ, ഡേറ്റ ഡിസൈനിങ് ടൂൾ, MS ഓഫീസ് ടൂൾ, ഡാറ്റാബേസ് ടൂൾസ്, ഡാറ്റ സ്റ്റോറേജ് ടൂൾ, ഡാറ്റ മൈനിങ് ടൂൾ, പ്രോഗ്രാമിംഗ് ടൂൾസ്, then web technology tools. കണ്ടോ, ഇവയെല്ലാം എന്തിനുള്ള ടൂളാണ്, ICT tools used in research. ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, which of the following is not a tool used in research എന്ന് പറഞ്ഞ്. ഇതിലൊരു 3 ടൂള് തന്നിട്ട് ഒരെണ്ണം വേറെ ഏതെങ്കിലും ഒരു ടൂള്, വല്ലൊരു ഇൻ്റലിജൻസിൻ്റെ ടൂളോ അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ടൂളോ എന്തെങ്കിലും ഒന്ന് ഈ പേരുകളോട് സാമ്യമുള്ള രീതിയിൽ ഒരെണ്ണം തരും. സോ അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരരുത്. ഇവിടെയെല്ലാം എന്താ, ഡാറ്റ ഡിസൈനിങ്, ഡാറ്റാബേസ്, ഡാറ്റ സ്റ്റോറേജ്, ഡാറ്റ മൈനിങ്, ഇതെല്ലാം ഡേറ്റ റിലേറ്റഡ് ആണ്. പിന്നെ MS ഓഫീസിൻ്റെ ടൂള്, അത് നമ്മൾ റിസർച്ചിൽ യൂസ് ചെയ്യും ഇല്ലേ, അറിയല്ലേ, നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഏത് ടൂളിലാണ്, വേർഡിൽ. ദെൻ MS ഓഫീസിൻ്റെ അടുത്ത ടൂൾ എക്സൽ, നമ്മൾ കാൽക്കുലേഷൻസ് കാര്യങ്ങളെല്ലാം നോക്കുന്ന ഏതാണ്, എക്സലിൽ. പിന്നെ അത് പ്രസൻറ്റ് ചെയ്യുന്ന ഏതാണ്, പവർ പോയിന്റിൽ, അത് MS ഓഫീസിൻ്റെ ടൂളാണ്. അങ്ങനെ ഡിഫറെൻറ്റ് ടൂൾസ് യൂസ്ഡ് ഇൻ ICTയുടെ ടൂൾസ് യൂസ്ഡ് ഇൻ റിസർച്ച്. നെക്സ്റ്റ് കംസ് പോർട്ട്ഫോളിയോ. അടുത്തൊരു ടോപ്പിക്കാണ് പോർട്ട്ഫോളിയോ. ഈ പോർട്ട്ഫോളിയോയുടെ എക്സ്പാൻഷൻ എന്താണ്, ഇലക്ട്രോണിക് പോർട്ട്ഫോളിയോ അല്ലേ. ഇലക്ട്രോണിക് പോർട്ട്ഫോളിയോനെ നമുക്ക് മറ്റൊരു പേരിൽ അറിയപ്പെടും. എന്തൊക്കെയാണ്, ഡിജിറ്റൽ പോർട്ട്ഫോളിയോ എന്ന് വിളിക്കാം, ഓൺലൈൻ പോർട്ട്ഫോളിയോ എന്ന് വിളിക്കാം,
ഈ പോർട്ട്ഫോളിയോ എന്നോ ഈ ഫോളിയോ എന്നോ വിളിക്കാം. സോ ഈ ഇലക്ട്രോണിക് പോർട്ട്ഫോളിയോയുടെ പല പേരുകളാണ്. ഡിജിറ്റൽ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാലും ഓൺലൈൻ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാലും ഈ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാലും ഇനി ഈ ഫോളിയോ എന്ന് പറഞ്ഞാലും അതെന്താണ്? ഇലക്ട്രോണിക് പോർട്ട്ഫോളിയോ ആണെന്ന് കരുതിക്കോണം. Now, it is a collection of electronic evidence assembled and managed by a user, usually on the web. വെബാണ് വേൾഡ് വൈഡ് വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു കളക്ഷൻ ഓഫ് ഇലക്ട്രോണിക് എവിഡൻസസ് that എന്താണ് assembled and managed by a user, usually on the web. So, such electronic evidences may include input text, electronic files, images, multimedia, blog entries and hyperlinks. നോക്കിയേ പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ഒരാളെ പറ്റിയിട്ടുള്ള ടോട്ടൽ ഇൻഫർമേഷൻ അല്ലേ? പോർട്ട്ഫോളിയോ കളക്ട് ചെയ്യാൻ പറയും നമ്മളോട് ബിഎഡിനൊക്കെ അല്ലേ? സോ ഇവിടെ ഇലക്ട്രോണിക് രീതിയിലാണ് അസോസിയേറ്റ് ചെയ്ത് വരുന്നതെങ്കിൽ അതിനെ ഈ പോർട്ട്ഫോളിയോ എന്ന് പറയും. അതിൽ ഏതൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? ഇൻപുട്ട് ടെക്സ്റ്റ്, electronic files, images, multimedia, blog entries and hyperlinks. Now, this ഈ പോർട്ട്ഫോളിയോയുടെ ഒരു ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ അക്കാഡമിക് ഈ പോർട്ട്ഫോളിയോ ഉണ്ട് അല്ലേ? നമ്മളിപ്പോൾ പറയുന്ന പോർട്ട്ഫോളിയോ പലതിനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? അക്കാഡമിക് ഈ പോർട്ട്ഫോളിയോ, അതായത് നമ്മുടെ അക്കാഡമിക് പർപ്പസ് എഡ്യൂക്കേഷൻ പർപ്പസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഈ പോർട്ട്ഫോളിയോ ഉണ്ട്. എന്താണിത്? an academic e-portfolio is a digital collection created by a student of their course related work. ലൈക്ക് എസ്സേ വരും, പോസ്റ്റേഴ്സ് വരും, ഫോട്ടോഗ്രാഫ്സ് വരും, വീഡിയോസ് വരും, ആർട്ട് വർക്ക്സ് വരും. ഇവയെല്ലാം എന്താണ്? അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അക്കാഡമിക് ഈ പോർട്ട്ഫോളിയോ എന്ന് പറയും. അവന്റെ സ്റ്റുഡന്റ് അക്കാഡമിക് പീരീഡിൽ കളക്ട് ചെയ്തത് എല്ലാം. ഇനി ദിസ് ഈ പോർട്ട്ഫോളിയോ ക്യാൻ ഓൾസോ ക്യാപ്ചർ ദ ആസ്പെക്ട് ഓഫ് ഏത് ഈ പോർട്ട്ഫോളിയോ? അക്കാഡമിക് ഈ പോർട്ട്ഫോളിയോ ക്യാൻ ഓൾസോ ക്യാപ്ചർ other aspects of students. ഏതൊക്കെയാണ്? Students' life, such as a volunteer experiences, employment history, extracurricular activities and more. ഇവയെല്ലാമാണ് എന്ത്? അക്കാഡമിക് ഈ പോർട്ട്ഫോളിയോ എന്ന കാറ്റഗറിയിൽ പെടുത്താൻ സാധിക്കുന്നത്. Three types of e-portfolios ഉണ്ട്. That is academic e-portfolioനെ വേണമെങ്കിൽ നമുക്ക് 3 types എന്ന് പറയാം. അല്ലാതെ കോമൺ ആയിട്ടായാലും 3 types of e-portfolioയെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. The first one is developmental e-portfolio. Then second is showcase e-portfolio. Then third is assessment e-portfolio. ഇങ്ങനെ 3 മേജർ ടൈപ്പിലുള്ള e-portfolio ഉണ്ട്. ഇതിൽ ഫസ്റ്റ് വണ് ഡെവലപ്മെന്റൽ e-portfolio എന്ന് പറയാം. ഇതിനെ നമുക്ക് ലേണിംഗ് പോർട്ട്ഫോളിയോ എന്ന് വിളിക്കാം, റിഫ്ലക്ഷൻ പോർട്ട്ഫോളിയോ എന്ന് വിളിക്കാം, ഫോർമേറ്റീവ് പോർട്ട്ഫോളിയോ എന്ന് വിളിക്കാം, വർക്കിംഗ് പോർട്ട്ഫോളിയോ എന്നും വിളിക്കാം. അപ്പോൾ ഈ ഡെവലപ്മെന്റൽ പോർട്ട്ഫോളിയോയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലേണിംഗ് പോർട്ട്ഫോളിയോ എന്നോ അതല്ലെങ്കിൽ റിഫ്ലക്ഷൻ പോർട്ട്ഫോളിയോ എന്നോ ഫോർമേറ്റീവ് പോർട്ട്ഫോളിയോ എന്നോ അല്ലെങ്കിൽ വർക്കിംഗ് പോർട്ട്ഫോളിയോ എന്നൊക്കെ പറഞ്ഞാലും ഏത് തന്നെയാണ്? ഡെവലപ്മെന്റൽ പോർട്ട്ഫോളിയോ തന്നെയാണ്. സോ ഇനി ഈ ഡെവലപ്മെന്റൽ പോർട്ട്ഫോളിയോ ദാറ്റ് ഡെമോൺസ്ട്രേറ്റ്സ് എ വർക്ക് ഇൻ പ്രോഗ്രസ്, അതുകൊണ്ടാണ് വർക്കിംഗ് പോർട്ട്ഫോളിയോ എന്ന് അതിനെ പറയുന്നത്. Then it includes self-assessment and reflection. So അതുകൊണ്ടാണ് it includes self-assessment and reflection. അതാണ് അതിനെ റിഫ്ലക്ഷൻ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. And this developmental portfolio focus on the portfolio as a process and emphasize reflection. So അതാണ് ഡെവലപ്മെന്റൽ പോർട്ട്ഫോളിയോ. അതല്ലെങ്കിൽ എന്താണ്? ലേണിംഗ്, റിഫ്ലക്ഷൻ, ഫോർമേറ്റീവ് അല്ലെങ്കിൽ വർക്കിംഗ് പോർട്ട്ഫോളിയോസ്. Then next is showcase portfolio. നമുക്കറിയാം ഷോക്കേസിൽ എന്താണ് വെക്കുന്നത്? നമ്മുടെ നല്ല ഗിഫ്റ്റുകൾ അതല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള അച്ചീവ്മെന്റിന്റെ ട്രോഫികളൊക്കെയാണ് ഷോക്കേസ് ചെയ്യുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതും ആ രീതിയിലുള്ള പോർട്ട്ഫോളിയോ ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. സോറി. Now, ഈ ഷോക്കേസ് പോർട്ട്ഫോളിയോയ്ക്ക് മറ്റു പേരുകളുണ്ട്. പേഴ്സണൽ പോർട്ട്ഫോളിയോ, ഫോർമൽ പോർട്ട്ഫോളിയോ, പ്രസന്റേഷൻ പോർട്ട്ഫോളിയോ, റെപ്രസെന്റേഷണൽ പോർട്ട്ഫോളിയോ,
കരിയർ ഓർ എംപ്ലോയ്മെന്റ് പോർട്ട്ഫോളിയോ. സോ അതിന്റെ ഡിഫറെന്റ് പേരുകളും ഒന്ന് ഓർത്തിരിക്കണം. Then demonstrate exemplary works and skills. ഡെവലപ്മെന്റൽ പോർട്ട്ഫോളിയോ വർക്ക് ഇൻ പ്രോഗ്രസ് ആണെങ്കിൽ ഷോക്കേസ് പോർട്ട്ഫോളിയോ നമ്മുടെ എക്സാംപ്ലറി വർക്ക്സും സ്കിൽസും കാണിക്കുന്നതാണ്. ദാറ്റ് ഇല്ലസ്ട്രേറ്റ്സ് എക്സ്പീരിയൻസസ് ആൻഡ് അച്ചീവ്മെന്റ്സ്. Sorry. Then this focus on the portfolio as a product. So ഇവിടെ എന്താണ് പോർട്ട്ഫോളിയോ ആസ് എ പ്രോഡക്റ്റ്. അതാണ് എന്ത് ഷോക്കേസ് പോർട്ട്ഫോളിയോയിൽ നടക്കുന്നത്. നമുക്കൊരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടിയ അച്ചീവ്മെന്റ് അല്ലേ നമ്മൾ അവിടെ കൊണ്ടുപോയി ഷോക്കേസ് ചെയ്ത് വെക്കുന്നത്. അത് ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. Then next comes assessment portfolio. ഇതിനെ നമ്മൾ സമ്മേറ്റീവ് പോർട്ട്ഫോളിയോ എന്നോ അല്ലെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ഇൻസ്ട്രക്ടർ ആൻഡ് എഡ്യൂക്കേറ്റേഴ്സ്. സോ നമ്മൾ ഫോർമേറ്റീവ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഡെവലപ്മെന്റിനെ ആണെങ്കിൽ ഇവിടെ അസസ്മെന്റ് പോർട്ട്ഫോളിയോയുടെ മറ്റൊരു പേരാണ് സമ്മേറ്റീവ് പോർട്ട്ഫോളിയോ. തിരിഞ്ഞു പോകരുത്, ചോദിക്കാൻ ഒരുപാട് ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Now, generally used by instructor and educators. ഇതാരാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്? Instructors and educators. ഇവിടെ so assessment portfolio is generally used by educators where students provide work in the format of a developmental or showcase portfolio. അതായത് എങ്ങനെയാണ് ഈ ഡെവലപ്മെന്റിലും ഷോക്കേസിലും കൊടുത്തിട്ടുള്ള സംഭവത്തിനെ അസസ് ചെയ്യുക. അതാണ് അസസ്മെന്റ് പോർട്ട്ഫോളിയോയുടെ തന്നെ ലക്ഷ്യം, യൂസ് തന്നെ അല്ലേ. ഇവിടെ ഇറ്റ് ഈസ് typically a systematic collection of students' work demonstrating competencies and achievements of set criteria, standards and goals. നമ്മൾ കുറച്ച് ഗോൾസും സ്റ്റാൻഡേർഡ്സും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ബേസിസിൽ അവരുടെ അക്കാഡമിക് പെർഫോമൻസിനെ അസസ് ചെയ്യാനായിട്ട് നമ്മൾ റെസ്യൂമെ അല്ലെങ്കിൽ ബയോഡേറ്റ തയ്യാറാക്കി കൊണ്ടുപോകത്തില്ലേ. സോ അത് ശരിക്കും പറഞ്ഞ ഒരു അസസ്മെന്റ് പോർട്ട്ഫോളിയോയുടെ ഭാഗമാണ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. നമ്മുടെ വർക്ക് ഇൻ പ്രോഗ്രസ്സും നമ്മൾ അവിടെ മെൻഷൻ ചെയ്യും എങ്കിൽ പോലും ടോട്ടലി നമ്മളെ അസസ് ചെയ്യുമ്പോൾ നമ്മൾ ആ അസസ്മെന്റ് പോർട്ട്ഫോളിയോ വെച്ചിട്ട് ഓക്കെ റെസ്യൂമേൽ അവൻ ഇന്ന കോഴ്സ് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്, ഇന്ന കോഴ്സ് അവൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്, ഇന്ന കോഴ്സ് അവൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. സോ അവിടെ ഒരു അസസ്മെന്റ് പോർട്ട്ഫോളിയോ ഡെവലപ്പ് ചെയ്താണ് അല്ലേ, അവൻ്റെ അസസ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത കുറച്ച് കാര്യങ്ങൾ. സോ ഇവയാണ് എന്ത് അസസ്മെന്റ് പോർട്ട്ഫോളിയോ. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് കളക്ഷൻ ഓഫ് സ്റ്റുഡൻസ് വർക്ക് ഡെമോൺസ്ട്രേറ്റിംഗ് ദെയർ കോമ്പിറ്റൻസീസ്, achievement of set criteria, that is standards or goals. Or and വരുമേ. അടുത്തൊരു ടോപ്പിക് ആണ് ഓൺലൈൻ റിപ്പോസിറ്ററീസ്. സോ റിപ്പോസിറ്ററി നമ്മൾ പറഞ്ഞ ആ ഒരു കളക്ഷൻ, അത് റിസോഴ്സസ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് ഈ റിപ്പോസിറ്ററിയെ പറയാം. സോ ഇവിടെ ഓൺലൈൻ റിപ്പോസിറ്ററീസ് ആൻഡ് ഓൺലൈൻ ലൈബ്രറീസ് ഇവ രണ്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡാ കൊടുത്തിരിക്കുന്നത്, ഓർ അല്ല. അപ്പൊ ഇവ രണ്ടും ഡിഫറെന്റ് ആണ് അല്ലേ. നോക്കൂ, എ ഡിജിറ്റൽ റിപ്പോസിറ്ററി അല്ലെങ്കിൽ ഒരു ഓൺലൈൻ റിപ്പോസിറ്ററി ഇസ് എ കളക്ഷൻ ഓഫ് ഓൺലൈൻ റിസോഴ്സസ്. And digital repository അല്ലെങ്കിൽ online repositories are multifunctional information systems that support wide range of digital curation activities that including content management, submission, ingesting, storing, discovery, access and preservation of the resources. Now ഈ പറയുന്ന ഡിജിറ്റൽ റിപ്പോസിറ്ററിയുടെ മറ്റൊരു പേരാണ് ഓൺലൈൻ റിപ്പോസിറ്ററി. സോ അതുകൊണ്ട് ഡിജിറ്റൽ എന്നോ ഓൺലൈൻ എന്നോ കണ്ടു കഴിഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാണ്. ഓൺലൈൻ റിസോഴ്സസ് എന്നോ ഡിജിറ്റൽ അല്ലെങ്കിൽ എന്താണ് ഓൺലൈൻ ഡിജിറ്റൽ റിസോഴ്സസ് എന്നോ നമുക്ക് വേണമെങ്കിൽ പറയാം. Now this online റിപ്പോസിറ്ററീസ് അല്ലെങ്കിൽ എന്താണ് ഡിജിറ്റൽ റിപ്പോസിറ്ററി രണ്ട് തരത്തിലുണ്ട്, വിച്ച് ഇസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ഡിസിപ്ലിനറി റിപ്പോസിറ്ററീസ്. സോ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ റിപ്പോസിറ്ററീസ് ആണ് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത്. കാരണം എന്താ, വി ആർ അസോസിയേറ്റഡ് വിത്ത് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. സോ ഇൻസ്റ്റിറ്റ്യൂഷണൽ റിപ്പോസിറ്ററീസ് ആർ കളക്ഷൻസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്പെസിഫിക് റിസോഴ്സസ്. ഇൻസ്റ്റിറ്റ്യൂഷൻ സ്പെസിഫിക് resources. Then institutional repository covers whatever recorded data or information produced by the institution.
So ഇവിടെ എന്തൊക്കെ വരാം? It could be data set, pictures, videos, books, seminars, reports, ഇവയെല്ലാം അവിടെ വരാം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കാം, ഈ റിപ്പോസിറ്ററിയും ലൈബ്രറിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? കാരണം റിസോഴ്സ് തന്നെയല്ലേ ലൈബ്രറിയിലും കിട്ടുന്നത്. സോ ഇവിടെ നോക്കൂ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ വിസിറ്റിംഗ് എ റിപ്പോസിറ്ററി ആൻഡ് എ ലൈബ്രറി ഈസ് ദാറ്റ് എ ലൈബ്രറി ഈസ് ഇന്റൻഡഡ് ഫോർ പബ്ലിക് യൂസ് ഫോർ റിസർച്ച് ആൻഡ് ലെഷർ, and usually that allows items to be checked out and with a library card. ലൈബ്രറിയിൽ certain following rules, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ലൈബ്രറി കാർഡ് വഴിയായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ബുക്കുകൾ അവിടെ പോയി തിരഞ്ഞെടുക്കാം അല്ലേ? ലൈബ്രറിയിൽ ചിലപ്പോൾ നമ്മൾ റിസർച്ച് ബുക്ക് എടുക്കും, പക്ഷെ കൂടാതെ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് മറ്റും നമുക്കൊരു നോവലും വേണമെങ്കിൽ എടുത്തു വെച്ച് വായിക്കാം. പക്ഷേ ഈ റിപ്പോസിറ്ററി may or may not allow checking out materials. അതായത് അവർക്കുള്ളതാണ്, അതിനുള്ളിൽ തന്നെ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യണം. അവിടെ ലെഷറിനല്ല. ഒരു ഡിജിറ്റൽ റിപ്പോസിറ്ററി മെന്റഡ് ഫോർ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ മാത്രം റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റയെ അവിടെ ഉണ്ടാവുള്ളൂ. സോ ഡിജിറ്റൽ ലൈബ്രറി കവേഴ്സ് ഓൾ കൈൻഡ് ഓഫ് ലൈബ്രറി റിസോഴ്സസ് which can be accessed in digital format. പക്ഷേ റിപ്പോസിറ്ററിയിൽ എന്താണ്? വാട്ട് ഈസ് മെന്റ് ടു ബി, അതിനുവേണ്ടി മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക. Next is online offline assessment tools. Online offline assessment tools. So ഇവിടെ ടെക്നോളജിക്കലി യൂസ് ചെയ്യുന്ന ഓൺലൈൻ ഓഫ്ലൈൻ അസസ്മെന്റ് ടൂൾസ് ആണ് പറയുന്നത്. സോ എന്താണ് ഓഫ്ലൈൻ അസസ്മെന്റ്? നമുക്കറിയാമല്ലേ, ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് അസസിങ് സ്റ്റുഡൻസ് വിത്തൗട്ട് ഇന്റർനെറ്റ് കണക്ഷൻ. അതാണല്ലോ ഓഫ്ലൈൻ. It is focused on the process of learning as much as the outcome. It provides timely feedback. Then ഈ ഓഫ്ലൈനിൽ നമുക്കറിയാം, ക്ലാസ്സിൽ ഡയറക്റ്റ് കോണ്ടാക്ട് വഴിയായിട്ട് ടീച്ചറും കുട്ടിയും തമ്മിൽ ക്ലാസ് എടുക്കുന്നത്, അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ നമ്മൾ ഡയറക്റ്റ് എക്സാംസ് ഒക്കെ നടത്തുന്നത്, ദാറ്റ് ഈസ് ഓഫ്ലൈൻ അസസ്മെന്റ്. ഇനി ഏതൊക്കെ ടൂൾസ് ആണെന്ന് നോക്കാം. ഓഫ്ലൈൻ അസസ്മെന്റ് ടൂൾസ് ഇൻക്ലൂഡ്സ് ടീച്ചർ മെയ്ഡ് ടെസ്റ്റ്, റിട്ടൺ എക്സാംസ് ഓർ പേപ്പർ പെൻസിൽ ടെസ്റ്റ്, ഓറൽ ടെസ്റ്റ്, സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ്. ഇതെല്ലാം ടീച്ചർ മെയ്ഡ് ആയിട്ടുള്ള ടൂൾസ് ആയിരിക്കും. റിട്ടൺ എക്സാം ആയാലും പേപ്പർ പെൻസിൽ ടെസ്റ്റ് ആയാലും ദെൻ ഓറൽ ടെസ്റ്റുകളായാലും സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റുകളായാലും ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ടീച്ചർ മെയ്ഡ് ആയിട്ട് ക്ലാസ്സിൽ ഓഫ്ലൈൻ മോഡിൽ കൊടുക്കുന്നവയെല്ലാം ദാറ്റ് ഈസ് ഓഫ്ലൈൻ അസസ്മെന്റ് ടൂളിൽ വരും. അപ്പോൾ ഓൺലൈൻ അസസ്മെന്റ് ടൂളുകൾ ഏതൊക്കെയാണ്? സോ ദിസ് ഓൺലൈൻ അസസ്മെന്റ് ടൂളിനെ നമുക്ക് ഈ അസസ്മെന്റ് ടൂൾ എന്നോ കമ്പ്യൂട്ടർ മീഡിയേറ്റഡ് ടൂൾ എന്നോ ഒക്കെ പറയാം അല്ലേ? സോ ഇവിടെ എന്തൊക്കെയാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്? സോ ഫസ്റ്റ് വൺ, ഈ അസസ്മെന്റ് ടൂളിൽ വരുന്ന മൂഡിൽ, ദെൻ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം, ഗൂഗിൾ ഫോംസ്, സോക്രട്ടീസ് സിസ്റ്റം ടൂൾസ് എന്ന് പറയും, ഐസ്പ്രിംഗ് സ്യൂട്ട്, പിയർ ഗ്രേഡ്, എഡ്പസിൽ, TAO ഒക്കെ വായിക്കാം. സോ ഇതിലെ ഫസ്റ്റ് എന്താണ്? മൂഡിൽ എന്താണെന്ന് അടുത്ത സ്ലൈഡിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ ലേണിംഗ് LMS എന്നാണ് ഈ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റത്തിനെ അറിയുന്നത്. പിന്നെ ഗൂഗിൾ ഫോംസ് നിങ്ങൾക്ക് അറിയാം, കോമൺ ആയിട്ട് ഇപ്പൊ എക്സാം എല്ലാം ഗൂഗിൾ ഫോമിൽ അപ്ലോഡ് ചെയ്ത്, അല്ലെങ്കിൽ എന്താണ് ഒരു ഫോം ഗൂഗിൾ ഫോം അയച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് ഫില്ല് ചെയ്ത് തന്നേക്കണേ എന്നൊക്കെയുള്ള അസസ്മെന്റിനെല്ലാം അല്ലേ വരാറില്ലേ? നോ. സെക്കൻഡ് വൺ, അടുത്തത് നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന ഒന്ന് രണ്ടെണ്ണം പുതിയതായിട്ട് കേൾക്കുന്ന ഐസ്പ്രിംഗ് സ്യൂട്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോംപ്രിഹെൻസീവ് ലേണിംഗ് ഓഥറിംഗ് ടൂൾ കിറ്റ് ആണ്. സോ ദിസ് അലൗ you to create interactive quizzകൾ, surveys and dialogue simulations. ഇവയെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് വരുന്നതാണ് എന്ത്? ഐസ്പ്രിംഗ് സ്യൂട്ട് എന്ന് പറയുന്നത്. എന്തിനാണ്? സ്റ്റുഡൻസ് അസസ്മെന്റ് ആണ്. അതുപോലെ തന്നെ പവർ പോയിന്റ് ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സ് ഉണ്ടാകാം, ട്യൂട്ടോറിയൽസ് ഉണ്ടാകാം, ഇവയിൽ ഇന്ററാക്ഷൻസ് ഉണ്ടാകാം, ഫ്ലിപ്പ് ബുക്സ് ഉണ്ടാകാം. ഇവയൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് വരുന്നതാണ് ഐസ്പ്രിംഗ് സ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരെണ്ണം കണ്ടില്ലേ, സോക്രട്ടീവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലേ ക്വിസുകളായിരിക്കും അവിടെ. ഇറ്റ് ഈസ് എ ക്വിസ് മേക്കിംഗ് ടൂൾ that enable you to create test, multiple choice, true or false and short answer questions. ഇവയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്വിസ് മേക്കിംഗ് ടൂൾ ആണ് സോക്രട്ടീവ് എന്ന് പറയുന്നത്. സോക്രട്ടീവ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം അല്ലേ, ചുമ്മാ പോയി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, തിങ്ക് എന്നുള്ള രീതിയിൽ. സോ നൗ നെക്സ്റ്റ് കംസ്
ഏതാണ്? ഇനി ഒരു സ്പൈറൽ എന്ന് പറഞ്ഞൊരു ടൂൾ കിറ്റ് ഉണ്ട് ഇവിടെ. സോ അത് സ്പൈറൽ, അത് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ വിട്ടുപോയതാണ്. സ്പൈറൽ എന്ന് പറഞ്ഞൊരു ടൂൾ കിറ്റും കൂടി വരുന്നുണ്ട്. ഈ സ്പൈറൽ എന്ന് പറയുന്ന ടൂൾ കിറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇൻക്ലൂഡ്സ് സെറ്റ് ഓഫ് 5 ആപ്സ് ഫോർ ഫോർമേറ്റീവ് അസസ്മെന്റ്. നമ്മുടെ നോട്ട്സിലുണ്ട്, ഇത് സ്ലൈഡിൽ ഉൾപ്പെടുത്തിയില്ല എന്നേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് സെറ്റ് ഓഫ് 5 ആപ്സ് ഫോർ ഫോർമേറ്റീവ് അസസ്മെന്റ്. 5 ആപ്സ് ആണ് അവയ്ക്ക് ഉള്ളത്, ആപ്ലിക്കേഷൻസ് ഉണ്ടാകും അതിൽ. ഇനി അടുത്തത് എന്താണ്? പിയർ ഗ്രേഡ്. എന്താണ് ഈ പിയർ ഗ്രേഡ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ആൻ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഫോർ ഹോസ്റ്റിംഗ് പിയർ ഫീഡ്ബാക്ക് സെഷൻസ് വിത്ത് സ്റ്റുഡൻസ്. സോ എന്താണ്? പിയർ ഫീഡ്ബാക്ക് സെഷൻസ് സ്റ്റുഡൻസുമായിട്ട് ഷെയർ ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. Then next comes Edpuzzle. എന്താണ് Edpuzzle? It is a tool designed specifically for working with videos. നമ്മുടെ ടീച്ചേഴ്സിൻ്റെയും സ്റ്റുഡൻസിൻ്റെയും വോയിസ് ഓവേഴ്സ് കൊടുത്ത്, അതുപോലെ തന്നെ വീഡിയോസ് കൊടുത്ത് കവർ ചെയ്ത് അത് പ്രസൻറ്റ് ചെയ്ത് കൊമൻസ് പ്രസൻറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ വരുന്നതാണ് എന്ത്? Edpuzzle. ഇനി ഇത് കൂടാതെ സ്റ്റാൻഡ് അലോൺ അസസ്മെന്റ് സിസ്റ്റവും ഉണ്ട്. അതും എന്താണ്? ഈ SAS സിസ്റ്റം എന്ന് പറയും. സ്റ്റാൻഡ് അലോൺ അസസ്മെന്റ് സിസ്റ്റവും ഓൺലൈൻ അസസ്മെന്റ് ടൂളാണ്. ഇനി അടുത്ത് TAO, TAO. TAO എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഓപ്പൺ ആർക്കിടെക്ചർ ഫോർ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ടെസ്റ്റ് ഡെവലപ്മെന്റ്. അതിന് ഒരു ഓപ്പൺ ആർക്കിടെക്ചർ പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ് TAO, ഓപ്പൺ ആർക്കിടെക്ചർ ഫോർ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ടെസ്റ്റ്. ഓക്കെ, കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ടെസ്റ്റ് ഓപ്പൺ ആർക്കിടെക്ചർ ആണ് TAO. പറഞ്ഞില്ലേ ഈ ഓൺലൈൻ അസസ്മെന്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ മൂഡിൽ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. മൂഡിൽ ദാറ്റ് എനേബിൾസ് മാനേജ്മെന്റ് ഓഫ് ക്വസ്റ്റ്യൻ ബാങ്ക്സ് ഐറ്റംസ് ടുഗദർ വിത്ത് ദ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഇന്റർനെറ്റ് ബേസ്ഡ് ഡെലിവറി ടെസ്റ്റ്. സോ അതാണ് മൂഡിൽ എന്ന് പറയുന്നത്. മൂഡിൽ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് എടുത്ത് തൊട്ട് മുകളിൽ പറഞ്ഞത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, മൂഡിലാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് ഇസ് ഓൺലൈൻ സർവേ ടൂൾ ഓർ ടെസ്റ്റ് ജനറേറ്റർ. അതിൻ്റെ ജസ്റ്റ് കോൺസെപ്റ്റും ഡെവലപ്മെന്റും മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ അതിന് കണ്ടന്റ് എന്താണെന്ന്, കാര്യം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഓൺലൈൻ സർവേ ടൂൾ ഈസ് എ ക്വസ്റ്റ്യനെയർ ദാറ്റ് ദ ടാർഗറ്റ് ഓഡിയൻസ് കംപ്ലീറ്റ് ഇറ്റ് ഓവർ ദി ഇന്റർനെറ്റ്. ഇതിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? സോഗ്രോ സർവേ, സോഹോ സർവേ, സർവേ ഗിസ്മോ, സർവേ മങ്കി, ഇങ്ങനെ തുടങ്ങി വരുന്ന എല്ലാം ഇതിന്റെ ഓൺലൈൻ ടൂൾ, അതായത് ഓൺലൈൻ സർവേ ടൂളായിട്ട് കൂട്ടാം. ഇനി ഓൺലൈൻ സർവേ ടെസ്റ്റ് ജനറേറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ദാറ്റ് ജനറേറ്റ് ടെസ്റ്റ് ഓൺലൈൻ ആയിട്ട് ടെസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത്. ഇനി ഹൗ വി ഡെവലപ്പ് ദിസ് ഓൺലൈൻ ടെസ്റ്റ് ജനറേറ്റർ അല്ലെങ്കിൽ ഓൺലൈൻ സർവേ ടൂൾ. അപ്പൊ അത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെ, ദാറ്റ് ഇൻക്ലൂഡ്സ് ഡെവലപ്മെന്റ് ഓഫ് ഓൺലൈൻ സർവേസ് ഇൻക്ലൂഡ്സ് സ്പെസിഫിക്കേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്, formulation of questionnaire, appropriate size of survey tool, make sure that the question, text and answer options allow for every type of survey respondent. നമ്മൾ ഒരു ഓൺലൈൻ സർവേ ടൂൾ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇവിടെ അവർ പറയുന്നത്. ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ്? സ്പെസിഫിക്കേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്, formulation of questionnaire, appropriate size of survey tool, then make sure that the question, text and answer option that for every type of survey respondent. Now, what are the advantages of ഓൺലൈൻ സർവേ? നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ ഓൺലൈൻ സർവേയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? നിങ്ങൾക്ക് നമുക്ക് തന്നെ അറിയാമല്ലോ, നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് എന്താണ് ഈസിയാണ്, ഫാസ്റ്റർ ആണ്, ഇതൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മൾ കുറച്ചൊന്ന് സ്റ്റാൻഡേർഡ് ആയിട്ട് കുറച്ച് വേർഡ്സ് യൂസ് ചെയ്ത് പറയുന്നു. ഫസ്റ്റ് വൺ എന്താണ്? ഇറ്റ് ഈസ് ഫാസ്റ്റർ ടു ആക്സസ്, ചീപ്പർ ആണ്. ജസ്റ്റ് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ചെയ്താൽ മതി ഇല്ലേ, നമുക്ക് പെയ്ഡ് ഒന്നും അല്ല ഒരുപാടൊന്നും. ദെൻ മോർ ആക്യുറേറ്റ്, ഈസി ടു യൂസ് ഫോർ പാർട്ടിസിപ്പൻസിന് യൂസ് ചെയ്യാൻ വളരെ ഈസിയാണ്. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് ഓൺലൈൻ സർവേ. നൗ ഈ ക്ലാസിന്റെ തുടക്കത്തിൽ നമ്മൾ 2 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് തുടങ്ങിയത് അല്ലേ? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഓർ ആർ ദി ആപ്ലിക്കേഷൻ ഓഫ് ICT ഇൻ റിസർച്ച്? ഫസ്റ്റ് ആൻസർ എന്താണ്? ഡേറ്റ കളക്ഷൻ ആപ്ലിക്കേഷൻ ആണ്, കോണ്ടന്റ് സെർച്ച് ആപ്ലിക്കേഷൻ ആണ്, ഡേറ്റ പ്രോസസിംഗ് ആപ്ലിക്കേഷൻ ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് all of this. Then which of the following is the feature of developmental e-portfolio? Demonstrate
എ വർക്ക് ഇൻ പ്രോഗ്രസ്. പ്രോഗ്രസ്സിലുള്ള ഒരു വർക്കിനെയാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നത് ഡെവലപ്മെന്റൽ പോർട്ട്ഫോളിയോ. സോ അതുകൊണ്ട് തന്നിരിക്കുന്ന മറ്റു 3 ABC എന്ന് പറയുന്നത് ഷോക്കേസ് പോർട്ട്ഫോളിയോ, ഈ പോർട്ട്ഫോളിയോയുടെ ഫീച്ചേഴ്സ് ആണ്. അപ്പോൾ ആൻസർ ഡെമോൺസ്ട്രേറ്റ് എ വർക്ക് ഇൻ പ്രോസസ്, അതാണ് ഡെവലപ്മെന്റൽ ഈ പോർട്ട്ഫോളിയോ. ആൻസർ ഇസ് ഡി. Now with that we are winding up this subunit 4 and also we are winding up this unit 8. ഇപ്പോഴും പറയുന്ന പോലെ നോട്ട്സ് വൃത്തിയായിട്ട് വായിച്ചു പഠിക്കണം, ഒപ്പം തന്നെ ക്ലാസ്സസും കേട്ടു പഠിക്കണം, ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാം. I+ ട്രെയിനിങ് സൊല്യൂഷന്റെ മറ്റൊരു ക്ലാസ്സിലൂടെ കാണാം. അതുവരെ താങ്ക് യു സോ മച്ച് ആൻഡ് ഹാപ്പി ലേണിംഗ്.